ഇങ്ങനെ ആളുകൾ ബിഹേവ് ചെയ്യോ? ഇന്നൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. എൻ്റെ ബ്രദർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്. നമ്മളിപ്പോൾ അമ്മ വീട്ടിലാണ് ഉള്ളത്. നമ്മുടെ വീട്ടിലാകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു വേലി കെട്ടിയിട്ടുണ്ട്. ഇവന് സ്കൂൾ വെക്കേഷനൊക്കെ ആയ കാരണം പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി ഓടി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അമ്മ വീട്ടിൽ മെയിൻ റോഡ് അല്ലാത്തത് കാരണം തന്നെ അവനങ്ങനെ ഓടിപ്പോകത്തൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ വേലിയും കാര്യങ്ങളും ഗേറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ സാധാരണ എപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങി ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന നമ്മുടെ അയൽവാസികളുടെ വീട്ടിലേക്കാണ് അവൻ പോവാറ്. അപ്പോൾ ഇന്ന് അവൻ റൂട്ടൊന്ന് തിരിച്ച് വേറെ വീട്ടിലേക്കാണ് ഇന്ന് കയറിപ്പോയത്. അപ്പോൾ അവൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് അവൻ പോകുന്ന സമയത്ത് അവൻ്റെ പുറകെ ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ പിടിച്ചാൽ കിട്ടത്തില്ല, പിന്നെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അവന് പോകുന്ന വഴിക്ക് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ തിരിച്ചിതേപോലെ അങ്ങ് വന്നേക്കും. അപ്പോൾ ഇന്ന് അവൻ ഇറങ്ങിപ്പോയ സമയത്ത് ഞാൻ മെല്ലെ മെല്ലെ അവൻ്റെ പുറകെ പോയി, ഞാൻ വരുന്നുണ്ടെന്ന് അറിയിക്കാതെ മെല്ലെ പോയി നോക്കി ആളെവിടം വരെ പോകും, തിരിച്ച് വരുമോയെന്നറിയാം. അങ്ങനെ പോയി അവനൊരു വീട്ടിൽ കയറി. അപ്പോൾ ആ വീട്ടിൽ കയറിയപ്പോൾ അവർ ഭയങ്കര നെഗറ്റീവായിട്ടായിരുന്നു നമ്മളടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് ഫീൽ ചെയ്തു. അതായത് നമ്മളടുത്ത് ദേഷ്യപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല, നമ്മളെ ചീത്ത പറയുകയൊന്നും ചെയ്തില്ല. പക്ഷേ വേഗം അവനെയും കൊണ്ട് പോകുമെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അവനെ പിടിച്ചുകൊണ്ട് വേഗം പോകൂ, പിന്നെ ഒട്ടും വെൽക്കമിങ് അല്ലായിരുന്നു അവർ ഫേസ് ആയിക്കോട്ടെ ഒട്ടും പ്ലെസൻ്റ് അല്ലാണ്ട് എന്തോ ഒരു ഭയങ്കര ഇൻസൾട്ടിങ് ഫീലിലായിരുന്നു അവർ നമ്മളടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിങ്ങളുടെ ഒരു സാധനം നശിപ്പിക്കണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ആരാണോ കുട്ടികളുടെ കൂടെ വരുന്നത് അവർ ഉറപ്പായിട്ടും അങ്ങനെ എന്തെങ്കിലും നാശനഷ്ടം നിങ്ങൾക്ക് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ടേക്ക് കെയർ ചെയ്യാൻ അവർ റെഡി ആയിരിക്കും. ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല വരുന്നത്. സോ അങ്ങനെ ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലസൻറ്റ് ഫേസോടുകൂടി അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, വെൽക്കം ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, അവരെ ഇൻസൾട്ട് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം ആ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും അവരുടെ കൂടെ വരുന്ന സിബ്ലിങ്സിനോ പാരൻസിനോ അത് ഭയങ്കര ഇൻസൾട്ടിങ് ആയിരിക്കും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മാത്രമല്ല ഇതൊക്കെ നാളെ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കാണെങ്കിലും ഇതുപോലെയൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീരുന്നതേ ഉള്ളൂ ഈ പ്രഹസനമൊക്കെ. അപ്പോൾ കുറച്ചുകൂടെ ഹ്യൂമാനിറ്റി കാണിക്കുക, കുറച്ചുകൂടെ കൈൻഡ് ആയിരിക്കുക ആളുകളോട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.